രാവിലെ 900 കൊടുത്താൽ വൈകുന്നേരം 1000 പിരിച്ചെടുക്കുന്ന ദ്രവ്യ ഇടപാട്. $90 കൊടുത്താൽ 100 കിട്ടുന്ന ഇൻട്രസ്റ്റിംഗ് പ്രോഗ്രാം. കുഞ്ഞപ്പ മോനെ മമ്മാലിക്ക, ഈ ബാങ്കുകാര് പലിശക്ക് വളരെ കുറച്ചല്ലോ. നിങ്ങളുടെ കമ്പനിക്ക് ഇത് ബാധമല്ലേ? എന്റെ മുത്തൊരു കാര്യം, നീ 10,000 രൂപ വേണമെങ്കിൽ റിസർവ് ബാങ്കിൽ നിന്ന് നേരിട്ട് കുറഞ്ഞ പലിശക്ക് വാങ്ങിക്ക്. ഞാൻ നിന്റെ കുടുംബത്ത് വന്നിട്ട് പറഞ്ഞാടാ, ഇത്തിരി കാശ് കടം വാങ്ങടാ മോനെന്ന്. നീ കാശറാവതൂരി. ഷൺമുഖൻ എന്ന ബാങ്കർ പണം പിരിക്കട്ടെ, പലിശയും കൊള്ളപ്പലിശയും വാങ്ങി കൂടുതൽ ധനികനാവട്ടെ. ഷൺമുഖ, നിനക്ക് സായാഹ്ന വന്ദനം. ബെസ്റ്റ് ബെസ്റ്റ്. പുള്ളിയേരി പുള്ളിയേരി എന്ന് പറഞ്ഞ ഇവനാടാ. നരി നരി അങ്ങോട്ട് ബെട്ടി സൈസ് ആക്കും മോനെ ബിലാലെ. എന്താ ക്ഷമോട്ടാ കോള്? എടാ, വേൾഡ് മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില കൂടിയില്ലേ? പിന്നെ നമ്മളുടെ സൗരവ് ഗാങ്ങളുടെ മോളുടെ നൂല് കിട്ടും. രണ്ടും വലിയ വലിയ കാര്യങ്ങളല്ലേ, നമ്മൾ ആഘോഷിക്കാണ്ടിരിക്കാൻ പറ്റുമോ? പിന്നെ ഒന്നും മാറടാപ്പാ. ഷൺമു സാറേ, പലിശയും സമയത്ത് ചേരാത്തോണ്ട് നമ്മ 2 ബോട്ട് കടപ്പുറത്ത് പിടിച്ചിട്ടില്ലേ? ആരേഞ്ചാല് യൂസഫിന്റെ അനിയൻ കമാലിന്റെ അവൻ വന്നിട്ടുണ്ട്, കൂടെ 4-5 ചെക്കന്മാരും. കാശും കൊണ്ടാണ് അതാ വെറുതെ മാർക്കറ്റ് കാണാൻ വന്നത്? ലക്ഷണം കണ്ടിട്ട് അവൻ മാർക്കറ്റിൽ നിന്ന് ഏതാണ്ട് മേടിക്കാൻ വന്ന മട്ടാണ്. കമാലെ, എന്താണ്ടാ? സാറിനൊന്ന് കാണാൻ വന്നതാ, പലയിടത്തും തപ്പി. അങ്ങനെ തപ്പി നടക്കാൻ സാറെന്താടാ നിന്റെ ടൗസറിന്റെ തുളയും താഴെ പോയതാണ്? നീയല്ലേ സാറിനെ കാണാൻ കൊടുക്കാതെ മുങ്ങി നടക്കുന്നത്? ഷൺമുഖൻ. ഷൺമുഖേട്ടാ, യൂസഫിന്റെ കമാൽ മാർക്കറ്റിലെത്തിയാ? അവന്റെ കൂടെയുള്ള തോമ്പടിക്കാരൻ പ്രകാശന്റെ അറിയല്ലേ, ഇരുമ്പുണ്ട്. ശരിയടാ മോനെ. പറകമാലെ, കാശ് കൊണ്ടുവന്നിട്ടുണ്ടോ? കാശ് കിട്ടുമ്പോ തരും, പക്ഷെ ബോട്ട് ഞാൻ ഇന്ന് കടലിലിറക്കും. അത് പറയാനാ വന്നത്. അത് പറയാൻ നീ എന്തിനാ ഇത്രയും ദൂരം വന്നത്? നിന്റെ ബാപ്പക്ക് അമ്മോഷ്ക മൊയ്തീൻക സ്ത്രീധനം കൊടുത്ത മുതലല്ലേ ആ ബോട്ട്? ആ നീ കടലിലോ കായലിലോ നിന്റെ കെട്ടിയോടോ നെഞ്ചത്തോ ഇറക്കി തുഴഞ്ഞ് കളിക്കുക മാലേ. തീട്ടം വെട്ടിയാൻ മുറിയാത്തൊരു പിച്ചാത്തിയിട്ട് ഇറങ്ങിയിരിക്കാണ് ഷൺമുഖനെ ക്ഷവരം ചെയ്യാൻ. കമാലെ, മോനെ കമലാസ, പുത്തമ്പള്ളി ജാറത്തിലെ വലിയ ഉസ്താദിന് ഉറുക്കെഴുതി കൊടുക്കാൻ നീ ആളാവുന്നൊരു കാലം വരില്ല. കാരണം ഇമാതിരി ഉടായ്പ വേലയും കൊണ്ട് ഷൺമുഖന്റെ അടുത്ത് വന്ന ബണ്ണ് പാലിൽ മുഖ്യമാതിരിയുള്ള ഈ ബോഡി ഉണ്ടല്ലോ, ഈ ബോഡി ഇത് കുത്തിക്കീറി കുടലും പട്ടം പുറത്തെടുത്ത് കല്ല് കുത്തിക്കയറ്റി തുന്നിക്കെട്ടി ഞാൻ കൊച്ചിക്കായലിൽ തള്ളും. ഷൺമുഖ സാർ. അപ്പൊ ഷൺമുഖൻ പോലീസാണോ? ഷൺമുഖൻ പോലീസുമാണ്. ഈ പട്ടണത്തിലെ പോലീസുകാരുടെ നിത്യ തലവേദനയായിരുന്ന പയ്യൻ. എവിടെ അടിയുണ്ടോ അവിടെ ഷൺമുഖനുണ്ട്. വെട്ട് കുത്ത് തുടങ്ങിയ ലളിത കോമള കലാപരിപാടികളിലെല്ലാം എന്നും എവിടെയും ഷൺമുഖൻ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമായിരുന്നു. തല്ലി ഒതുക്കിയില്ലേ പോലീസ്? ഉവ്വ, അതിനിറങ്ങി പുറപ്പെട്ടവർക്കെല്ലാം കിട്ടി ഇടിയിട പെരുന്നാളും വെടിക്കെട്ടും. അന്തക്കാലം സ്ഥലം ഡിവൈഎസ്പി ആയിരുന്ന നടേശൻ പണിക്കരാണ് കണ്ടെത്തിയത് ഷൺമുഖൻ SSLC പാസ്സായ ഒരു അഭ്യസ്ത വിദ്വാനാണ്. കയ്യോടെ പോലീസ് ചേർത്തു. പക്ഷേ കാക്കി കാണുന്നതേ അലർജിയായിരുന്ന ഷൺമുഖ് അത് ഓഗസ്റ്റ് 15-നും ജനുവരി 26-നും മാത്രം ധരിച്ചു. പോലീസിലെ നിത്യമഫ്തി.
ഒരു ഷൺമുഖൻ എന്ന് വെച്ചാൽ ഒരുപാട് ഷൺമുഖർ എന്ന് സാരം. ആ എവിടെന്നോ കിട്ടിയ ഒരു മൊബൈൽ നമ്പറും വെച്ച് നമ്മൾ ഈ കൃഷിയർക്ക് എത്ര നാളാ ഇങ്ങനെ. ഒരു നാൾ ഷൺമുഖന്റെ പിടിയിൽപ്പെട്ട് പ്രാണൻ പോകും. ഓ കരുനാക്ക് വളയ്ക്കാത്ത മഹാഭാവി. പറഞ്ഞത് മറക്കണ്ട. സമുദായം കൈവിട്ടാ പിന്നെ കതറ മൂരിക്കളഞ്ഞ് വള്ളവും വലയിട്ട് കടലിൽ പോണ്ടി വരും നിങ്ങളും ഞാനും. ആ ചെല്ല് ചെല്ല്. ആ ആരാ ഇത്? വാ വാ. ആ സല്യൂട്ട് അടിച്ച ആക്കല്ലേ ഷൺമുഖ അണ്ണാ. വാ വാ. അല്ല താനും കതറി കയറിയ അപ്പൊ സൂക്ഷിക്കണമല്ല. മലക്ക് പോകുമ്പോ കറുപ്പ്, പളനിക്ക് കാവി, വലതം മന്ത്രിക്ക് കതർ, അത്രേ ഉള്ളൂ. അല്ലാതെ രാഷ്ട്രീയത്തിലിറങ്ങി ഉള്ള ചീത്തപ്പേര് കളയാൻ ഷൺമുഖനില്ല. എന്തായിരുന്നു എന്നെ കാണണമെന്ന് തോന്നാൻ? സ്റ്റേറ്റുകാർ ഈ ചന്തിയമർന്ന ശേഷം ഷൺമുഖൻ എന്ന പേര് കേട്ടാൽ അറുമുഖനോ എന്ന് ചോദിക്കുന്ന സാറിന് എന്ത് പറ്റി? പടപീഠം വക്കീലെന്നെ കൈവിട്ടു. നീയും കൂടി ഇങ്ങനെ പറയല്ലേ. ഒന്ന് സത്യമാണ്, അയാളോട് നന്ദികേട് ഞാൻ കാണിച്ചിട്ടില്ല. എന്റെ ഫ്രാഞ്ചൈസ് മന്ത്രി ആണുങ്ങളായാൽ ഒറ്റത്തന്തയ്ക്ക് പുറന്ന ഗുണം കാണിക്കണം. ഷൺമുഖന് നിങ്ങൾ മന്ത്രിയുടെ അല്ല മഹാരാജാവിന്റെ വേഷം കെട്ടി വന്നാലും ചന്തപ്പടിയിലെ യൂണിയൻ ഓഫീസിലെ പഴയ ബെഞ്ചക്കിടന്ന ഫ്രാഞ്ചൈസ് തന്നെയാണ്. പക്ഷേ വക്കീൽ മച്ചാനോട് നിങ്ങൾ കന്നന്തിരിവ് കാണിച്ചിട്ടുണ്ടേ 3.5 തരവാ നിങ്ങൾ ഇനി നിയമസഭ കാണുകയില്ല. മച്ചാൻ കാണിക്കല. ഷൺമുഖ നീ ഇങ്ങോട്ട് ഇരിക്കി, എനിക്ക് പറയാനുള്ളതൊന്ന് കേൾക്ക്, എന്നിട്ട് നീ തന്നെ ഒരു സമാധാനം ഉണ്ടാക്ക്. ഒരു കുപ്പി ഇച്ചിരി വെള്ളം എടുത്ത് വെക്കാൻ പറ. പച്ചക്ക് കേൾക്കാൻ കൊള്ളുകയല്ല തന്റെ ഗുണവധിയാരം. അറക്കപ്പാട്ട് വർഗീസിന്റെ MG റോഡിലെ ഇരുതലവാളിയ കെട്ടിടം, കരിമണ്ണയിൽ ചന്ദ്രപ്പന്റെ കൈവശമായിരുന്ന കെട്ടിടം, വാടക കുടിശ്ശ നൽകാത്തതിന്റെ പേരിൽ അവര് തമ്മിൽ വഴക്ക് നടന്നു. വർഗീസിന് വേണ്ടി ചന്ദ്രപ്പനെ ഒഴിപ്പിച്ചെടുത്ത് നീ അവിടെ കയറി പൊറുതിയായെന്ന് കേട്ടു. വർഗീസിനിപ്പം കച്ചവടം മൊത്തത്തിൽ നഷ്ടം. വാടകയുമില്ല, കുടിശ്ശികയുമില്ല. കെട്ടിടത്തിന്റെ മുറ്റത്തോട്ട് പോലും നീ കയറ്റുന്നുമില്ല. എന്താ ഷൺമുഖ സാറേ, ശരിയാണോ പറഞ്ഞതൊക്കെ? അശനെ അതങ്ങനെയല്ല. ഒഴിപ്പിക്കാൻ സഹായിച്ചാൽ വർഗീസ് ഒരു തുക പറഞ്ഞിരുന്നു, അത് കിട്ടിയില്ല. പുലിയുടെ വാല് പിടിക്കുകയല്ല, വായിൽ തല തിരികെയാ വർഗീസ് ചെയ്യുന്നത്. വർഗീസ് ചതിയാണ് കാണിച്ചത്. അപ്പൊ പിന്നെ വിടരുത്. ചതിക്ക് ചതി തന്നെ മറുപടി. മുഹമ്മദ് അലിയുടെ ബ്ലേഡ് ബിസിനസ് എല്ലാം നന്നായി പോകുന്നോ? എടാ, നേരും നിറയോടെ ജീവിക്കണം എന്ന് ഞാൻ ഉപദേശിക്കുന്നില്ല. പക്ഷെ നെറുകേട് കാണിക്കാൻ വേണ്ടി മാത്രം ജീവിക്കരുത്. കള, ഞാൻ ഉപദേശിക്കാൻ വിളിപ്പിച്ചൊന്നുമല്ല. നിനക്കിപ്പോ ഒരു വീടുണ്ട് അല്ലേ? ഒരാളിനെ അവിടെ കുറച്ചു നാൾ താമസിപ്പിക്കണം. അവിടെ വെപ്പുന്നതിനുമൊക്കെ ഉണ്ടോ? അതോ മണ്ണെണ്ണയുടെയും ചാപ്പാടും വെളിയിൽ നിന്നാണോ? ജോലിക്കായിട്ടൊരു തള്ള വരും, സ്ഥിരമായിട്ടില്ല, വിളിച്ചാ വരും. വാ. ആരാണ് മാമാലി? ചിലപ്പോ വല്ല വിപ്ലവകാരുമായിരിക്കും. ഒളിവി കഴിയാനേ. വിപ്ലവകാരി നിന്റെ വാപ്പ. ഇതാള് നമ്മളിവിടെ വന്ന് നിന്നതോ ഞാൻ ഈ പറയുന്നതോ ഒന്നും കേട്ടിട്ട് തിരിഞ്ഞു നോക്കാത്തത് കേൾക്കാൻ കഴിയാത്തത് കൊണ്ടാ. സംസാരിക്കാനും ശേഷിയില്ല. എനിക്ക് ബുദ്ധിമുട്ടാവില്ലല്ലോ. ആശാൻ പറയുന്നത് അനുസരിച്ചല്ലാതെ ശീലമില്ലല്ലോ. എത്ര നാളത്തേക്കാ എനിക്കിപ്പോ പറയാൻ കഴിയില്ല. ഞാൻ കൊണ്ടുപോയിക്കോളാം. വാ. ഇത് ഏതാന്ന് പറഞ്ഞില്ല. വർഷങ്ങൾക്ക് മുമ്പ് നിന്നെ എന്റെ കിട്ടിയപ്പോ എനിക്കൊന്നും അറിയില്ലായിരുന്നു. പറഞ്ഞു തരാനും ആരും ഉണ്ടായിരുന്നില്ല. എടാ മമ്മലി, എന്താണ്? ഈ ആശാൻ പാർട്ടി ഓഫീസിനകത്ത് കയറി അടയിരിക്കണേലും കാര്യങ്ങളൊക്കെ അറിയണുണ്ടല്ലോ. ഈ വസ്തുവിന്റെ സകല ചരിത്രം വെച്ച് ഗീറ് കേട്ടില്ലേ? കൊള്ള, നാട് മുഴുവൻ ചാരന്മാരല്ലേ പടപ്പിന്. പിന്നെ ഈ കഥ ടൗണിൽ കൊച്ചു പിള്ളേർക്ക് വരെ അറിയാം. ആറ്റം പണിയല്ലേ കൊടുത്തത്. ഷൺമുഖനിട്ട് പണിഞ്ഞാ മറുപണി എങ്ങനെയൊക്കെ വരുമെന്ന് പറയാനൊക്കെ എന്റെ പൊന്നാര മുത്തേ.
ഇവിടത്തെ പെയിന്റ് അടി തീർന്നില്ലേ? ഒരു ഫിനിഷിംഗ് ആയില്ലല്ലോ. ഡീലർക്ക് തിരികെ കൊടുക്കാൻ പറ്റാ കേടുവന്ന പെയിന്റ് പാതി വിലക്ക് വാങ്ങിച്ചാണ് പൂശിയത്. പിന്നെ ഒരു അക്കൗണ്ടിനെ കൊണ്ട് പെയിന്റിങ്ങിനെ പണിയെടുപ്പിച്ചാലേ ഇത്രയും ഫിനിഷ വരത്തുള്ളു. അതാരാ ഈ അക്കൗണ്ട്? ഈ ഞാൻ ആ ബെസ്റ്റ്. കണക്കപ്പിള്ള എന്ന് പറയാനുള്ള വിദ്യാഭ്യാസമെങ്കിലും ഉണ്ടാടോ തനിക്ക്? ഉള്ള അറിവ് വെച്ച് കാര്യങ്ങൾ അണാപ്പായി വ്യത്യാസമില്ലാണ്ട് നടത്തി തരണണ്ടല്ല. ഓവേ, അല്ല ഈ കൊച്ചെന്താണ് വെളിയിൽ തന്നെ നിക്കണത്? അതിനകത്തോട്ട് വിളിച്ചോണ്ട് പോടാ. വാ കേറി വാ കൊച്ചെ. എടാ അതിന് ചെവി കേൾക്കാൻ പാടില്ല. ഞാൻ ആക്ഷൻ കൂടിയിട്ടായിരുന്നു. വാ മോളെ. ഇതിന് പേരെന്താ? അന്നാന്നാ. അന്നന്ന് പേരുണ്ടായിട്ടും വലിയ വിശേഷമൊന്നുമില്ല. കൈയും കലും കാണിച്ചാലേ വല്ലതും തിരിയും. നല്ല മുഖപരിചയം ഉണ്ട് കേട്ടാ ഇതിനെ കാണുമ്പോഴേ. പൊടിക്കുഞ്ഞായതുകൊണ്ട് കണ്ടിരിക്കാൻ ചാൻസ് ഒന്നുമില്ല. പോടാ, പന്നി. പിന്നെ നീ ആ വെറോണിക്കത്തലോടൊന്ന് നിൽക്കാൻ പറ. ഇതിന് വല്ലതും വെച്ച് കാച്ചി കൊടുക്കണ്ടേ? ആ ഇനി ആ കലിപ്പ് തള്ളയുടെ മോന്ത കൂടി കാണണമല്ല. என்ன என்ன அப்படி பாக்குற? என்ன யோசனை சொல்லு. ஒன்னும் இல்ல, உன்னை கூட்டு வந்து இப்படி கஷ்டப்பட வைக்கிறேன்னு யோசிக்கிறேன். ஓ, தொப்பு துறவு ஆளம்புன்னு வசதியா வாழ்ந்தவ பெரிய வீட்டு செல்லம் இப்படி கூட்டிட்டு ஓடி வந்து கண்டவங்க துணியை துவைக்கவும் தேய்க்கவும் வச்சு பார்த்துட்டு இருக்கேன். கூட்டிட்டு ஓடி வந்து காரியம் முடிஞ்சதும் கைய கழுவிடல. பொண்டாட்டியா கௌரவமா வச்சு என்ன காப்பாத்திட்டு தானே இருக்க. பேசாம வேலையை பாரு. யோசனை பண்றாரா யோசனை. இன்னைக்கு மதியானம் வரைக்கும் தான் வேலை. நேரா ஒரு நல்ல ஹோட்டலுக்கு போய் பிரியாணி, மேட்னி ஷோ, விஜய் படம். என்ன ஓகேவா? ஏய் ആനന്ദം, കൊടുങ്ങ പാർ. ഇതാ പെട്ടെന്ന് അയൺ ചെയ്യണം. ശരി. എന്താടാ ഇതുപോലെ വേണോടാ? இருக்கேன் சார். നിന്റെ കെട്ടിയോൾക്ക് എന്താടാ എന്നെ കാണുമ്പോ ഒരു വേറ? ഞാനങ്ങനെ പെമ്പിള്ളാരെ കടിച്ച് തിന്നൊന്നുമില്ലെന്ന് പറഞ്ഞേക്ക്. பாவம் சார், பிறந்த ஒரே சரியா பார்க்காத பொண்ணு. இப்பதான் டவுன் பழக்கத்துக்கு மேல வந்துட்டு இருக்கா. ആ വരട്ടെ, വഴക്കപ്പെട്ട് വരട്ടെ. ഓടറാ. மானம் கெட்டவன். ம் தெரியும். தீப்பொட்டியை மூஞ்சில வச்சு இழுப்பு இழுக்கலான்னு பார்த்தேன். நமக்கு எதுக்கு வம்பு? நம்ம வேலையை பார்க்கலாம். நீ போய் நிழல உட்கார். வேலை இப்போ முடிஞ்சிடும், கிளம்பலாம். ആരാ? ഷൺമുഖൻ എന്നോടൊന്ന് വരാൻ പറഞ്ഞിരുന്നു. ഷൺമുഖൻ അകത്തേക്ക് വരാം. Oh!